ഹായ് ഹലോ നമസ്കാരം. ഞാൻ രഞ്ജു. മാർജിനാലിയ ചാനലിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബിനീഷ് പുതുപ്പണം എന്ന യുവ സാഹിത്യകാരനെക്കുറിച്ചാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വടകര പുതുപ്പണം സ്വദേശിയാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് എംഫിൽ ബിരുദവും ഡോക്ടറേറ്റും നേടി. വിവിധ മേഖലകളിലായി 17 പുസ്തകങ്ങൾ രചിച്ചു. സിനിമകൾക്ക് സംഭാഷണവും ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലമേൽ NSS കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളായ പ്രേമനഗരം, സുന്ദരജീവിതം, മധുരവേട്ട എന്നിവയെക്കുറിച്ച് ഒരു ലഘു വിവരണമാണിവിടെ സൂചിപ്പിക്കുന്നത്. നീലവും മാധവും തമ്മിലുള്ള അനശ്വര പ്രേമകഥയിലൂടെ നിരുപാധിക സ്നേഹത്തിൻ്റെ പൊരുൾ തേടുന്ന നോവലാണ് പ്രേമനഗരം. സ്ത്രീപുരുഷ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ആവോളം ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം പ്രേമനഗരം എന്ന നോവലിൽ. ഉപേക്ഷിക്കുക എന്നാൽ കരുതലോടെ സൂക്ഷിക്കുക എന്ന അർത്ഥവുമാകുന്നു എന്ന് പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രണയഭംഗത്തെക്കുറിച്ച് നമ്മോട് സംവദിച്ച മറ്റൊരു എഴുത്തുകാരനുമില്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഇനിയൊരിക്കലും ഒരു ഋതു പിറക്കില്ലിതുപോലെ നാം പരസ്പരം തൊട്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചമെന്ന പോൽ. ഇങ്ങനെ പ്രണയത്തെക്കുറിച്ചും കാത്തിരിപ്പിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് യുവമനസ്സുകളെ പ്രണയത്തിൻ്റെ ഭാഷയിൽ കീഴടക്കിയ എഴുത്തുകാരനാണ് ബിനീഷ് പുതുപ്പണം. സുന്ദരജീവിതം എന്ന നോവലിൽ കൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് സ്നേഹവും ദുഃഖവും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചാണ്. എല്ലാ സ്നേഹബന്ധങ്ങളുടെയും ആത്യന്തിക ഫലം ദുഃഖമാണ്. സ്നേഹം തൊടുന്ന ഇടങ്ങളെല്ലാം ദുഃഖത്തിൻ്റേതു കൂടിയാകുന്നു. ഓരോ ബന്ധവും ആരംഭിക്കുമ്പോഴും ഓരോ ദുഃഖവും ആരംഭിക്കുന്നു എന്നർത്ഥം. സ്നേഹവും വേർപാടും തമ്മിലുള്ള നിരന്തര സംവാദത്തിലൂടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ നാനാർത്ഥങ്ങളെ കണ്ടെടുക്കുന്ന നോവലാണ് സുന്ദരജീവിതം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് മധുരവേട്ട. മധുരവേട്ടയിൽ പറയുന്നത് ഈ ഭൂമിയിലെ സകലതും തങ്ങൾക്ക് കൂടി ആസ്വദിക്കാൻ ഉതകുന്നതാണെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്കുണ്ടാകണമെന്നും ഒന്നിനു വേണ്ടിയും സ്വന്തം അവകാശങ്ങളും സ്വത്വവും മാറ്റേണ്ടതില്ലെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. മധുരവേട്ട എന്ന നോവലിൽ കൂടി ആകാശത്തോളമുള്ള സ്വാതന്ത്ര്യം ആവോളം നുകരാനിറങ്ങിയ 5 സ്ത്രീകളുടെ കഥയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പൂർത്തീകരണം എന്നൊന്നില്ല. അതൊരിക്കലും പൂർണ്ണമാവുന്നുമില്ല. അത്യധികമായ ആശയുണ്ടായിട്ടും അതിന് സാഹചര്യമില്ലാതെ പരസ്പരം വഴിപിരിഞ്ഞു പോയവരുടെ ദുഃഖഗാഥയാണ് പ്രണയം. ഒരുപക്ഷെ ഇന്ത്യക്കാരുടെ മുഴുവൻ എന്ന് പ്രണയത്തെക്കുറിച്ച് തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിക്കുന്ന ബിനീഷ് പുതുപ്പണം തൻ്റെ നോവലുകളിൽ പ്രണയത്തെയും രതിയെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുകയാണ്. ബിനീഷ് മാഷിൻ്റെ തൂലികയിൽ നിന്നും തുടർന്നും 1000 സർഗാത്മക രചനകൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം മാർജിനാലിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ, സി യു.